ശിവായ. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. തുടർന്ന് മഹാദേവന്റെ ഒരു മനോഹരമായ പുരാണകഥയും പങ്കുവയ്ക്കാം. അതിനുശേഷം ഇന്നത്തെ വിഷയം വിശദമായി നോക്കാം. കണ്ണുകൾ ഒന്നു മൃദുവായി അടയ്ക്കൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. മഹാദേവന്റെ നാമം മനസ്സിൽ ഒരു പ്രാവശ്യം വിളിക്കൂ. ഓം നമഃ ശിവായ. ഇന്നത്തെ എല്ലാ ഭാരങ്ങളും, എല്ലാ ആശങ്കകളും, എല്ലാ വിഷമങ്ങളും മഹാദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കൂ. മഹാദേവന്റെ കൃപ ഇന്ന് നിങ്ങളെ ചുറ്റിപ്പറ്റട്ടെ. മനസ്സിൽ ഒരു ശാന്തി നിറയട്ടെ. കൈലാസത്തിൽ ഒരിക്കൽ ഒരു ഭക്തൻ മഹാദേവനെ സമീപിച്ചു. പ്രഭോ, ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ മാറ്റം കാണുന്നില്ല. മഹാദേവൻ ചെറിയ ഒരു പുഞ്ചിരിയോടെ ഭക്തനോട് പറഞ്ഞു. നീ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ കേൾക്കുന്നത് നിന്റെ ഹൃദയത്തിലെ ശബ്ദമാണ്. ഒരു നിമിഷം ഹൃദയം തുറന്ന് എന്റെ നാമം വിളിക്കൂ. അപ്പോൾ ഞാൻ നിന്റെ അടുത്തു തന്നെ ഉണ്ടെന്ന് നിനക്ക് അറിയാൻ സാധിക്കും. ഭക്തൻ തന്റെ നേത്രങ്ങൾ അടച്ച ശേഷം പ്രാർത്ഥിച്ചു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ആ നിമിഷം അവന്റെ മനസ്സിൽ ഒരു അദ്ഭുതശാന്തി നിറഞ്ഞു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ പ്രാർത്ഥന വെറും വാക്കുകളോ ആചാരങ്ങളോ മാത്രമല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയാണ് ദൈവത്തെ സമീപിക്കുന്നത്. ഈ കഥയുടെ സാരാംശം എന്തെന്നാൽ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ നമ്മൾ ഈശ്വരനാമം വിളിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ഈശ്വര സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയും. ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോ ക്ഷേത്രദർശനത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ പരമ്പരയുടെ ആദ്യ ഭാഗമാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പതിവോ ആചാരമോ അല്ല, ഭഗവാനുമായുള്ള ഒരു ബന്ധമാണ്. ഇന്നത്തെ ഭാഗത്തിൽ മനുഷ്യബന്ധങ്ങളും ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധവും ഭക്തന്റെ സ്നേഹവും ഭഗവാന്റെ അളവറ്റ കരുണയും എങ്ങനെ ഒന്നാകുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഭാഗത്തിൽ സ്വാഭാവികമായും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും അർജുനനും ദുര്യോധനനും കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിക്കാൻ പോയ ആ മഹാഭാരതകഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിലും ഇതുപോലെയുള്ള ആത്മീയ കഥകൾ തുടർന്നും പങ്കുവയ്ക്കുന്നതാണ്. വരാനിരിക്കുന്ന വീഡിയോകളിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാം. എങ്ങനെ തൊഴണം, എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം, ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയാണ് മുതലായവ. അമ്പലത്തിൽ പോയാൽ ആത്മീയ ഗുണം ലഭിക്കാൻ എന്തു ചെയ്യണം എന്നിവയെല്ലാം വ്യക്തമായി പങ്കുവയ്ക്കും. ഇതുകൂടാതെ നിങ്ങളുടെ ഭക്തിയെ ദൃഢമാക്കാനും വേണ്ടി ഹൃദയസ്പർശിയായ ചില അനുഭവകഥകളും പറയുന്നതാണ്. അടുത്ത ഭാഗങ്ങൾ ഉടൻ വരും. ഇന്ന് പലരും അമ്പലത്തിൽ പോകുന്നത് എന്തെങ്കിലും നേടാനാണ്, ഒരു ജോലി, ഒരു വിജയം, ഒരു ആശ്വാസം. എന്നാൽ കോവിഡ് സമയത്ത് ക്ഷേത്രങ്ങൾ അടച്ചപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിരുന്നു. എനിക്ക് ഒന്നും വേണ്ട, ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി, ദയവായി അമ്പലം തുറക്കണം. ഇതാണ് യഥാർത്ഥ ഭക്തി, പ്രതിഫലം വേണ്ടാത്ത സ്നേഹം. സതീദേവിയുടെ ദേഹത്യാഗത്തെക്കുറിച്ച് മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. തന്റെ പരംഭക്തയായ സതിയുടെ ദേഹത്യാഗം മഹാദേവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ വേദന ഒരു ദുഃഖം മാത്രമായിരുന്നില്ല, അത് സൃഷ്ടിയെയും ബാധിച്ചു. അതിനുശേഷം ദക്ഷന്റെ യാഗഭൂമി ശാപഭൂമിയായി മാറി എന്നാണ് പുരാണവിശ്വാസം. പിന്നീട് ആ പ്രദേശം നശിച്ചു കടലെടുത്തു എന്നും പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളോളം, ആയിരക്കണക്കിന് വർഷങ്ങൾ ശാപമോക്ഷം കിട്ടാതെ ആ ഭൂമി കടലിനടിയിൽ കിടന്നു. ശാപമോക്ഷം ലഭിക്കാൻ കാലം തന്നെ കാത്തിരിക്കേണ്ടിവന്നു എന്നാണ് വിശ്വാസം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എത്ര ആഴമുള്ളതാണ് എന്ന സത്യം. ഭക്തന്റെ അപമാനം, ഭക്തന്റെ വേദന ദൈവത്തിന് സാധാരണ കാര്യമല്ല, ആ ബന്ധം സൃഷ്ടിയെയും പ്രകൃതിയെയും വരെ സ്പർശിക്കും. ഇനി നമുക്ക് മനുഷ്യബന്ധങ്ങളെ പറ്റി വിശകലനം ചെയ്യാം. ആദ്യമായി ഭാര്യാഭർത്തൃബന്ധം എന്തെന്ന് പരിശോധിക്കാം. രണ്ട് ശരീരങ്ങൾ ഒരേ മനസ്സോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ബന്ധമാണ് ഇത്. വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല,
രണ്ട് വ്യക്തികളുടെ ജീവിതം ഒരേ ദിശയിൽ നീങ്ങാൻ സഹായിക്കുന്ന ഒരു തരം പ്രതിജ്ഞയാണ്. ഈ ബന്ധം വിവാഹ ദിവസത്തിൽ ആരംഭിച്ചാലും അതിന്റെ യഥാർത്ഥ രൂപം കാലങ്ങൾ കടന്നുപോകുമ്പോഴാണ് തെളിയുന്നത്. ഈ ബന്ധം പരസ്പര വിശ്വാസത്തിലും സമ്മതത്തിലും നിൽക്കുന്നു. വിശ്വാസം, ഒരാൾ ഇല്ലാത്തപ്പോൾ പോലും അവൾ നമ്മെ മാനിക്കുമെന്ന ഉറപ്പ്. സമ്മതം, എനിക്ക് വേറെയാണ് ഇഷ്ടം. പക്ഷേ നീ ചെയ്യുന്നത് തെറ്റല്ല എന്ന തുറന്ന മനസ്സ്. ദാമ്പത്യത്തിൽ സ്നേഹം മാത്രം മതിയാവില്ല. പരസ്പരം കേൾക്കാനുള്ള ക്ഷമ. ഒരാളുടെ കുറവുകൾ മറ്റൊരാൾ തിരുത്താനുള്ള മനസ്സ്. ജീവിതത്തിലെ കഠിനസമയങ്ങളിൽ കൈപിടിച്ച് നിർത്താനുള്ള ധൈര്യം. ഇവയൊക്കെ ചേർന്നാണ് ഈ ബന്ധം ശക്തമാകുന്നത്. പക്ഷേ ഈ ബന്ധത്തിന് നിബന്ധനകളും പരിമിതികളും ഉണ്ട്. കാരണം ഈ ബന്ധം മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ഒരാൾ പിന്മാറിയാലോ വിശ്വാസം നഷ്ടപ്പെടുത്തിയാലോ ഈ ബന്ധം തകരാം. സ്നേഹം ഉണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ ബന്ധം ക്ഷയിക്കും. ഒരുമിച്ച് ജീവിച്ചാലും ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ പരസ്പരമുള്ള അകൽച്ച കൂടും. അതുകൊണ്ടാണ് ഭാര്യാഭർതൃബന്ധം ഒരു യാത്ര പോലെയെന്ന് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. ഒരാൾ മാത്രം മുന്നോട്ട് ഓടിയാൽ മറ്റൊരാൾ പിന്നിൽ വീണാൽ യാത്രയുടെ സൗന്ദര്യം നഷ്ടപ്പെടും. ഇനി നമുക്ക് മാതാപിതൃബന്ധത്തെപ്പറ്റി പരിശോധിക്കാം. കുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ തുടങ്ങുന്ന പ്രകൃതിദത്ത ബന്ധമാണ് ഇത്. ഒരു ശ്വാസം ആദ്യമായി എടുത്ത നിമിഷം മുതൽ കുഞ്ഞ് തന്റെ അമ്മയുടെയും അച്ഛന്റെയും ഹൃദയത്തിൽ ഒരു പുതിയ ലോകം തുറക്കുന്നു. ഈ ബന്ധം ആരും പഠിപ്പിക്കേണ്ടതില്ല, അത് സ്വാഭാവികമായി ഉദിക്കുന്നതാണ്. കുഞ്ഞ് വളരുമ്പോൾ, നടക്കാൻ പഠിക്കുമ്പോൾ, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ചെറിയ മുന്നേറ്റവും മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അളവറ്റ സന്തോഷം നിറയ്ക്കുന്നു. കുട്ടി വീഴുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അമ്മയാണ്. കുട്ടി വിജയിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ നിൽക്കുന്നത് അച്ഛനാണ്. കുട്ടികൾ വളർന്ന് സ്വതന്ത്രരായാലും മാതാപിതാക്കളുടെ സ്നേഹം മാറില്ല. അവർ ദൂരെയായാലും തിരക്കിലായാലും ജീവിതത്തിൽ മുന്നേറിയാലും മാതാപിതാക്കളുടെ മനസ്സിൽ അവർ എന്നും അതേ കുഞ്ഞാണ്. കുട്ടി എത്ര ഉയരത്തിൽ പറന്നാലും അവന്റെ ചിറകുകൾക്ക് കരുത്ത് നൽകിയതിന്റെ സന്തോഷം മാതാപിതാക്കൾക്ക് മാത്രം അറിയാം. ഈ ബന്ധം പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. കുട്ടി തിരിച്ചു നൽകുന്ന സ്നേഹത്തിന്റെ അളവനുസരിച്ച് മാതാപിതാക്കളുടെ സ്നേഹം മാറുന്നില്ല. കുട്ടി തെറ്റിയാലും വഴിതെറ്റിയാലും അകന്നുനിന്നാലും മാതാപിതാക്കളുടെ ഹൃദയം തുറന്നതായിരിക്കും. അവരുടെ പ്രാർത്ഥനകളിൽ എന്നും ഒരു വരി മാത്രം, എന്റെ മകൻ, മകൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഈ ബന്ധം മരണം വരെ നിലനിൽക്കും. മാതാപിതാക്കൾ ഇല്ലാതായാലും അവരുടെ സ്നേഹം കുട്ടിയുടെ ജീവിതത്തിൽ ഒരു നിഴലായി, ഒരു അനുഗ്രഹമായി, ഒരു ശക്തിയായി തുടരും. കുട്ടി പ്രായമായാലും സ്വന്തം മക്കളെ വളർത്തുമ്പോൾ അവൻ തിരിച്ചറിയും, എന്റെ മാതാപിതാക്കൾ എന്നെ എത്ര സ്നേഹിച്ചിരുന്നുവെന്ന്. മാതാപിതൃബന്ധം പ്രകൃതിയുടെ ഏറ്റവും ശുദ്ധവും സ്വാർത്ഥതയില്ലാത്തതുമായ ബന്ധമാണ്. രക്തബന്ധം മാത്രമല്ല, ഹൃദയബന്ധവും കൂടിയാണ് ഈ ബന്ധം. ഒരാളുടെ ജീവിതത്തിന്റെ ആദ്യ പാഠവും അവസാന ആശ്രയവും ആണ് അവന്റെ മാതാവും പിതാവും. ഇനി നമുക്ക് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കാം. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും ശ്രേഷ്ഠവും ശാശ്വതവും ആയിട്ടുള്ളത്. മനുഷ്യബന്ധങ്ങൾ രക്തബന്ധമോ നിയമബന്ധമോ സാമൂഹിക ബന്ധമോ ആയിരിക്കാം, എന്നാൽ ഭക്തി ഒരു ഹൃദയബന്ധമാണ്. ഭക്തന്റെ ഹൃദയമാണ് ഭഗവാന്റെ യഥാർത്ഥ വാസസ്ഥലം. അവിടെ ദീപം തെളിയുന്നത് സ്നേഹത്താൽ, അവിടെ പൂജ നടക്കുന്നത് വിശ്വാസത്താൽ, അവിടെ നിവേദ്യം സമർപ്പിക്കുന്നത് ഭക്തന്റെ കണ്ണീരാൽ. ഭക്തന്റെ കണ്ണീർ അവനെ സ്പർശിക്കും. ഭക്തന്റെ വിഷമം അവന്റേതാകും. ഭക്തൻ എനിക്ക് വേദനയുണ്ട് എന്ന് പറയുന്നതിനു മുമ്പേ ഭഗവാൻ എന്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ബന്ധമാണ് ഇത്. ഭക്തൻ ഒരു പുഷ്പം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അതിന്റെ സുഗന്ധമോ ഭംഗിയോ അല്ല കാണുന്നത്. അത് സമർപ്പിച്ച മനസ്സിന്റെ ശുദ്ധിയും ഭക്തിയും ആണ് കാണുന്നത്. മനുഷ്യബന്ധങ്ങൾ സമയത്തോടെ ആരംഭിക്കുകയും ചിലപ്പോൾ അവസാനിക്കുകയും ചെയ്യും. സാഹചര്യങ്ങൾ മാറുമ്പോൾ ബന്ധങ്ങൾ മാറും. അഹങ്കാരം ഉയർന്നാൽ ദൂരം വളരും. വാക്കുകൾ തെറ്റിയാൽ ഹൃദയങ്ങൾ പൊട്ടും. മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും നിബന്ധനകളിൽ നിൽക്കും, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ സ്നേഹിക്കും എന്ന രീതിയിൽ. പക്ഷേ ഭക്തനും ഈശ്വരനുമായിട്ടുള്ള ബന്ധം ശാശ്വതമാണ്. അത് നിബന്ധനകളോ അതിർവരമ്പുകളോ ഇല്ലാത്ത കറകളഞ്ഞ സ്നേഹമാണ്. ഭക്തൻ തെറ്റിയാലും വഴിതെറ്റിയാലും ദൈവം വിട്ടുപോകില്ല. ഭക്തൻ അകന്നുനിന്നാലും ഈശ്വരൻ കാത്തിരിക്കും. ഭക്തൻ വീണുപോയാലും ദൈവം കൈപിടിക്കും. ശാപങ്ങൾ വന്നാലും ഭൂമി കടലെടുത്താലും ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയാലും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കില്ല.
മരണശേഷവും അത് തുടരും. ശരീരം ഇല്ലാതായാലും ആത്മാവ് ദൈവത്തെ തേടും, ദൈവം അതിനെ തിരിച്ചറിയും. ഇവൻ എന്റെ ഭക്തൻ, എന്റെ സ്വന്തം. അതാണ് ഭക്തിയുടെ മഹത്വം. ഭക്തി ഒരു ഇടപാട് അല്ല, ഒരു കരാർ അല്ല, ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ബന്ധം അല്ല. എനിക്ക് ഒന്നും വേണ്ട, നീ കൂടെയുണ്ടെങ്കിൽ മതി എന്ന വിശ്വാസമാണ് യഥാർത്ഥ ഭക്തി. ഈ ഒരു വാചകത്തിൽ ഭക്തിയുടെ മുഴുവൻ തത്വവും ഒളിഞ്ഞിരിക്കുന്നു. ഈശ്വരനെ സ്നേഹിക്കുന്നത് ദൈവം നൽകുന്നതിനല്ല, ഈശ്വരൻ ആയതുകൊണ്ടാണ്. ഭക്തി എന്നത് ദൈവത്തെ തേടുന്ന യാത്ര മാത്രമല്ല, ദൈവം ഭക്തനെ തേടുന്ന യാത്ര കൂടിയാണ്. ഭക്തൻ ഒരു പടി മുന്നോട്ടു വന്നാൽ ദൈവം 100 പടി ഓടിയെത്തും. അതാണ് ഈ ബന്ധത്തിന്റെ അദ്ഭുതം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് കരുതുമ്പോൾ ദൈവം ഭക്തനെ കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. ഇനി നമുക്ക് മഹാഭാരതത്തിലെ ഉദാഹരണം നോക്കാം. യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാവരും ആരുടെ പിന്തുണ ലഭിക്കുമെന്ന ആശങ്കയിൽ ആയിരുന്നു. അപ്പോഴാണ് ഗാന്ധാരി ഒരു അമ്മയുടെ ഗൗരവത്തോടും കരുതലോടും കൂടി തന്റെ പുത്രനായ ദുര്യോധനെ വിളിച്ചു പറഞ്ഞത്, മകനെ, കൃഷ്ണനോട് സഹായം ചോദിക്കണം. ഭഗവാന്റെ അനുഗ്രഹം തേടുന്നവനെ ഭഗവാൻ ഒരിക്കലും നിരാശരാക്കില്ല. അവളുടെ വാക്കുകളിൽ ഒരു അമ്മയുടെ സ്നേഹവും ഒരു ജ്ഞാനിയുടെ ദൂരദർശിത്വവും ഉണ്ടായിരുന്നു. അവൾ പറയുന്നത് വെറും ഉപദേശം മാത്രമായിരുന്നില്ല. നീ ശക്തനായാലും ധീരനായാലും യുദ്ധത്തിൽ വിജയിക്കാൻ ദൈവാനുഗ്രഹം അത്യാവശ്യമാണ് എന്നുള്ള സത്യം. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇത്. നമ്മൾ എത്ര വലിയവരായാലും ഈശ്വരകടാക്ഷമില്ലെങ്കിൽ വിജയിക്കാൻ പ്രയാസമായിരിക്കും. ഗാന്ധാരിയുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വാതിൽ തട്ടുന്നവനെ ദൈവം ഒരിക്കലും ഒഴിഞ്ഞ കൈയോടെ അയക്കില്ല. അവൾ ദുര്യോധനനോട് പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യം. നീ ചോദിച്ചാൽ ഭഗവാൻ കേൾക്കും, നീ കൈ നീട്ടിയാൽ ഭഗവാൻ പിടിക്കും. പക്ഷേ ദുര്യോധനന്റെ മനസ്സിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. അവൻ കൃഷ്ണനെ ഒരു ഭഗവാനായി കാണാതെ ഒരു എതിരാളിയുടെ കൂട്ടുകാരനായി മാത്രം കണ്ടു. അവിടെ തന്നെയാണ് ഭക്തിയും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം തെളിഞ്ഞത്. അതേസമയം യുദ്ധത്തിൽ വിജയം ഉറപ്പാക്കാൻ ആഗ്രഹിച്ച അർജുനൻ യുധിഷ്ഠിരന്റെ ഉപദേശം അനുസരിച്ച് കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിക്കാൻ നീങ്ങി. അർജുനന്റെ മനസ്സിൽ ഒരു കാര്യമാണ് വ്യക്തമായിരുന്നത്, വിജയം ആയുധങ്ങളിൽ നിന്നല്ല, ദൈവാനുഗ്രഹത്തിൽ നിന്നാണ്. അവൻ കൃഷ്ണന്റെ വാതിൽക്കൽ എത്തുമ്പോൾ ഒരു ഭക്തന്റെ വിനയവും ഒരു യോദ്ധാവിന്റെ ധാർമ്മികതയും ഒരുമിച്ചായിരുന്നു. അവൻ ഉറപ്പിച്ചു പറഞ്ഞു, ദുര്യോധനൻ മുൻപേ എത്തിയിട്ടുണ്ട്. ആദ്യം അവന്റെ അഭ്യർത്ഥന പരിഗണിക്കണം, ക്രമം പാലിക്കണം. ഈ ഒരു വാചകത്തിൽ തന്നെ അർജുനന്റെ സ്വഭാവം മുഴുവൻ തെളിഞ്ഞു. അവൻ യുദ്ധത്തിൽ ജയിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ ധർമ്മം ലംഘിച്ച് ഒന്നും നേടാൻ തയ്യാറായിരുന്നില്ല. അവന്റെ മനസ്സിൽ ഒരു ഉറപ്പ്, ദൈവം എല്ലാം കാണുന്നു. ഞാൻ ക്രമം പാലിച്ചാൽ ദൈവം എന്നെ കൈവിടില്ല. ഇതാണ് അർജുനന്റെ ധാർമ്മികതയും വിനീതതയും തെളിയിക്കുന്നത്. യഥാർത്ഥ ഭക്തൻ എപ്പോഴും ക്രമവും ധർമ്മവും മാനിക്കുന്നു. അവൻ ദൈവത്തെ സമീപിക്കുന്നത് ആവശ്യങ്ങൾക്കായി മാത്രമല്ല, മനസ്സിന്റെ ശുദ്ധിയോടെയാണ്. കൃഷ്ണൻ ഉറങ്ങുന്നവനെപ്പോലെ കട്ടിലിൽ കിടന്നിരുന്നു. ദുര്യോധനൻ അഹങ്കാരത്തോടെ തലഭാഗത്ത് നിന്നു, എന്നെ ആദ്യം കാണണം എന്ന മനോഭാവം. അർജുനൻ ഭക്തിപൂർവം പാദത്തിനടുത്തായി നിന്നു, ഭഗവാനെ കാണാൻ ഞാൻ അർഹനല്ല, പക്ഷേ ഞാൻ ഭക്തനാണ് എന്ന മനസ്സോടെ. കണ്ണു തുറന്ന കൃഷ്ണൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അത് ഒരു യാദൃശ്ചികതയല്ല, ഭഗവാൻ എപ്പോഴും വിനയമുള്ളവരെ ആദ്യം കാണും. അഹങ്കാരം തലഭാഗത്ത് നിന്നാലും ഭക്തി പാദത്തിനടുത്ത് നിന്നാലും ദൈവത്തിന്റെ ദൃഷ്ടി ആദ്യം എത്തുന്നത് ഭക്തിയിലേക്കാണ്. അന്നത്തെ ആ ചെറിയ നിമിഷം തന്നെ മഹാഭാരതത്തിന്റെ മുഴുവൻ യുദ്ധഫലത്തെ നിർണയിച്ച ഒരു ദിവ്യസൂചനയായി മാറി. കൃഷ്ണൻ കണ്ണുതുറന്ന് ഇരുവരെയും നോക്കി. അവന്റെ മുഖത്ത് ഒരു സ്നേഹപൂർവമായ പുഞ്ചിരി. എന്തു വേണം, അദ്ദേഹം ചോദിച്ചു. അർജുനൻ ഉടനെ മറുപടി പറയാതെ ആദ്യം ധർമ്മം ഓർത്തു. അവൻ പറഞ്ഞു, മുമ്പ് വന്നത് ദുര്യോധനനാണ്. ആദ്യം അവൻ ചോദിക്കട്ടെ. ക്രമം പാലിക്കണം. അർജുനന്റെ ഈ വാക്കുകൾ ഒരു യോദ്ധാവിന്റെ വിനയമല്ലാതെ ഒരു ഭക്തന്റെ മനസ്സിന്റെ ശുദ്ധിയും തെളിയിക്കുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പിൽ പോലും നീതിയും ക്രമവും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കൃഷ്ണൻ ഇരുവരെയും നോക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സഹായം തേടുന്നു. ഒരാൾക്ക് മാത്രം എന്റെ നേരിട്ടുള്ള സാന്നിധ്യം ലഭിക്കും, മറ്റൊരാൾക്ക് എന്റെ മുഴുവൻ സൈന്യത്തെയും എടുക്കാം. ദുര്യോധനൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവന്റെ മനസ്സിൽ ഒരു കണക്കുകൂട്ടൽ മാത്രം, സൈന്യം കൂടുതലാണ്, അതാണ് ശക്തി. അവൻ ഉടനെ പറഞ്ഞു, എനിക്ക് നിന്റെ സൈന്യം മതി.
അവന്റെ അഹങ്കാരം അവനെ ദൈവത്തിന്റെ മൂല്യം കാണാൻ അനുവദിച്ചില്ല. അവൻ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കണ്ടു. അർജുനൻ ശാന്തമായി ഭക്തിപൂർവം പറഞ്ഞു, എനിക്ക് നിന്നെ മാത്രം മതി ഭഗവാനേ. അവന്റെ വാക്കുകളിൽ ഒരു യോദ്ധാവിന്റെ ആത്മവിശ്വാസമല്ല, ഒരു ഭക്തന്റെ സമർപ്പണമാണ്. അവൻ അറിഞ്ഞിരുന്നു, ദൈവം കൂടെയുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിരായാലും ഭയപ്പെടേണ്ടതില്ല. കൃഷ്ണൻ ചിരിച്ചു ചോദിച്ചു, ഇത് നിനക്ക് മണ്ടത്തരമെന്ന് തോന്നുന്നില്ലേ? സൈന്യം വിട്ടുകൊടുത്ത് എന്നെ മാത്രം തിരഞ്ഞെടുക്കുന്നത്? അർജുനൻ മറുപടി നൽകി, ഭഗവാൻ എന്റെ കൂടെയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. എന്റെ കരുത്ത് ആയുധങ്ങളിലും സൈന്യത്തിലും അല്ല, നിന്റെ അനുഗ്രഹത്തിലും വിശ്വാസത്തിലും ആണ്. അവന്റെ ഈ വാക്കുകൾ ഭക്തിയുടെ ഹൃദയമിടിപ്പാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവൻ തോൽക്കില്ല, അവൻ വൈകിയാലും ഒരിക്കലും പരാജയപ്പെടില്ല. പിന്നീട് സംഭവിച്ച യുദ്ധഫലങ്ങൾ ഈ സത്യത്തെ തെളിവാക്കി. ഭക്തിയുടെ വിശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും യഥാർത്ഥ ശക്തിയാണ്, ആയുധങ്ങളും സൈന്യവും അല്ല. അർജുനൻ ദൈവത്തെ തിരഞ്ഞെടുത്തു, ദൈവം അവനെ വിജയത്തിലേക്ക് നയിച്ചു. ഇനി നമുക്ക് ഒരു ഹൃദയത്തെ തൊടുന്ന യഥാർത്ഥ സംഭവത്തിലേക്ക് കടക്കാം, ശബരിമലയെക്കുറിച്ച്. യുവതി കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യട്ടെ, ചർച്ചകൾ എന്തുമാകട്ടെ, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ ഭക്തനാണ്. ഭക്തന്റെ വേദന ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. ശബരിമല വിഷയത്തിൽ പലരും ഇങ്ങനെ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവരെ ഭഗവാൻ വെറുതെ വിടില്ല, പക്ഷേ അതല്ല ശരി. ഭഗവാന്റെ മുമ്പിൽ സ്വർണമോ കല്ലോ എന്ന വ്യത്യാസമില്ല, എല്ലാ വസ്തുക്കളും അവനു ഒരുപോലെ. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടത് ഭക്തന്റെ ഹൃദയം. സ്ത്രീ പ്രവേശന വിഷയത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരുടെ മനസ്സ് വേദനിച്ചു. അവരുടെ വിശ്വാസം, ആചാരം, ഭക്തി അവഗണിക്കപ്പെട്ടുവെന്ന തോന്നൽ ഉണ്ടായി. ഭക്തന്റെ മനസ്സിൽ ഉണ്ടായ ആ വേദന ഭഗവാൻ കണ്ടില്ലെന്നു വരില്ല. ഭക്തന്റെ കണ്ണീർ ദൈവത്തെ സ്പർശിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കില്ല. ഇന്ന് പലരും പറയുന്നത് അയ്യപ്പൻ പ്രതികരിച്ചു. പക്ഷേ പ്രതികരിച്ചത് സ്വത്ത് മോഷ്ടിച്ചതിനല്ല, ഭക്തന്റെ മനസ്സിനെ വേദനിപ്പിച്ചതിനാണ്. ഇന്ന് ജയിലിൽ ഇരിക്കുന്നവരെ നോക്കൂ, അവർക്ക് ലഭിച്ച ശിക്ഷ വെറും ശിക്ഷയല്ല. ഭക്തന്റെ മനസ്സ് എങ്ങനെ വേദനിച്ചുവോ അതിന്റെ പലമടങ്ങ് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അവർ അനുഭവിക്കുന്നു. ഇത് ഒരു കോപത്തിന്റെ പ്രതികരണം അല്ല, ഇത് ഒരു ദിവ്യസൂചന മാത്രം. ഭക്തന്റെ ഹൃദയം വേദനിപ്പിക്കുന്നവരെ ഞാൻ വിട്ടേക്കില്ല. ശബരിമല കേസ് കലിയുഗത്തിലെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ഭക്തന്റെ പക്കൽ നിൽക്കുന്നു. ഭക്തന്റെ കണ്ണീർ ദൈവത്തിന്റെ നീതിയെ ഉണർത്തും. ഭക്തന്റെ വേദന ദൈവത്തിന്റെ ഇടപെടലായി മാറും. അവസാനം ഒരു ലളിതമായ സത്യം, ദൈവം വസ്തുക്കളെ സംരക്ഷിക്കുന്നില്ല, ഭക്തനെ സംരക്ഷിക്കുന്നു. ഭക്തന്റെ മനസ്സ് വേദനിച്ചാൽ ദൈവം മിണ്ടാതിരിക്കില്ല. മുൻ വീഡിയോകളിലെ സംഗ്രഹം സാധാരണ പറയാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും അത് വിരസമായിരിക്കും. അതിനാൽ പതിവുപോലെ ചോദ്യോത്തരങ്ങളിലേക്കു കടക്കാം. ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റുമാനൂരപ്പൻ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തുനിന്നും ആണ്. ഉത്തരം മറ്റു വീഡിയോകൾ നോക്കാതെ അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മഹാദേവഭക്തരാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദയവുചെയ്ത് ബന്ധപ്പെട്ട വീഡിയോകൾ റെഫർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ മതത്തെയും നമ്മുടെ വിശ്വാസത്തെയും അടുത്തറിയാൻ വേണ്ടിയാണ്. 5 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഈ വിഷയത്തിലെ അറിവ് പരിശോധിക്കാം. 1. ചിതാകാശം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏതാണ്? എ. പുറത്ത് കാണുന്ന ആകാശം. ബി. മനുഷ്യശരീരത്തിലെ ശ്വാസകോശം. സി. നമ്മുടെ ഉള്ളിലെ ബോധമായ ആകാശം. ഡി. ക്ഷേത്രത്തിന്റെ മേൽക്കൂര. 2. ചിദംബരത്ത് ശിവൻ ഏത് ലിംഗരൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്? എ. ഭൂലിംഗം. ബി. ജലലിംഗം. സി. അഗ്നിലിംഗം. ഡി. ആകാശലിംഗം. 3. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായത് ഏതാണ്? എ. ഭൂമി. ബി. ജലം. സി. അഗ്നി. ഡി. ആകാശം. 4. തില്ലേവനം എന്നത് എന്തുകൊണ്ടാണ് പ്രശസ്തമായത്? എ. വലിയ രാജധാനിയായതിനാൽ. ബി. കണ്ടൽ ചെടികൾ നിറഞ്ഞ വനമായതിനാൽ. സി. യുദ്ധഭൂമിയായതിനാൽ. ഡി.
വ്യാപാര കേന്ദ്രമായതിനാൽ. 5. യോഗശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിദ്ധൻ ആര്? എ. നന്ദനാർ. ബി. മാണിക്യവാചകർ. സി. പതഞ്ജലി മഹർഷി. ഡി. വ്യാഘ്രപാദ മഹർഷി. ഇനി ഇന്നത്തെ വീഡിയോയിലെ അറിവ് പരീക്ഷിക്കാം. 1. ഭക്തന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രധാനമായി കേൾക്കുന്നത് എന്താണ്? എ. വാക്കുകളുടെ ഭംഗി. ബി. മന്ത്രങ്ങളുടെ എണ്ണം. സി. ഹൃദയത്തിലെ സത്യം. ഡി. ശബ്ദത്തിന്റെ ഉച്ചം. 2. ക്ഷേത്രത്തിൽ പോകുന്നത് എന്തായി വിവരണം ചെയ്യപ്പെടുന്നു? എ. ഒരു സാമൂഹിക ആചാരം. ബി. ഒരു പതിവ്. സി. ഭഗവാനുമായുള്ള ഒരു ബന്ധം. ഡി. ഒരു വിനോദം. 3. ദക്ഷന്റെ യാഗഭൂമി പിന്നീട് എന്തായി മാറിയെന്ന് വിശ്വാസം പറയുന്നു? എ. തീർത്ഥാടന കേന്ദ്രം. ബി. ശാപഭൂമി. സി. വനപ്രദേശം. ഡി. രാജധാനി. 4. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളിൽ സാധാരണ ഉള്ള ആശയം എന്താണ്? എ. കുട്ടി സമ്പന്നനാകട്ടെ. ബി. കുട്ടി പ്രശസ്തനാകട്ടെ. സി. കുട്ടി സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഡി. കുട്ടി വിദേശത്ത് പോകട്ടെ. 5. ഭക്തൻ ഒരു പുഷ്പം സമർപ്പിക്കുമ്പോൾ ദൈവം കാണുന്നത് എന്താണ്? എ. പുഷ്പത്തിന്റെ വില. ബി. പുഷ്പത്തിന്റെ നിറം. സി. സമർപ്പിച്ച മനസ്സിന്റെ ശുദ്ധി. ഡി. പുഷ്പത്തിന്റെ സുഗന്ധം. ഉത്തരങ്ങൾ: 1. ഹൃദയത്തിലെ സത്യം. 2. ഭഗവാനുമായുള്ള ഒരു ബന്ധം. 3. ശാപഭൂമി. 4. കുട്ടി സന്തോഷത്തോടെ ഇരിക്കട്ടെ. 5. സമർപ്പിച്ച മനസ്സിന്റെ ശുദ്ധി. ഈ ചാനലിന്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തിനെ പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കു നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ പറ്റണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കും. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്. അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന വീഡിയോ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം ഉണ്ടാകുമ്പോൾ കാണണം. ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിൽ ഉള്ള വിശ്വാസം ഉറപ്പിക്കുന്നതും ആണ്. സനാതനധർമ്മ. മഹാദേവന്റെ രൂപങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ. സപ്തഗംഗ, ശിവന്റെ ശരീരത്തിലെ നാഗശക്തികൾ. മഹാദേവൻ ആത്മീയയാത്ര, പഞ്ചമുഖ ശിവൻ. താഴെ പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ്. ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഏറ്റുമാനൂരപ്പന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.
അഷ്ടവസുക്കൾ, അഷ്ടദിക്ക് പാലകർ. മഹാദേവൻ പഞ്ചമുഖ പരമ്പര. എന്തുകൊണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വിളക്ക് വെക്കുമ്പോൾ ദോഷം വരുന്നതായി തോന്നുന്നു? ദേവന്മാരും അസുരന്മാരും ഒരു എത്തി ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല, അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം. ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। नमः शिवाय। ॐ नमः शिवाय।
Namah Shivaya. Om 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 Namah Shivaya.
Namah Shivaya. Om 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 Namah Shivaya.
Namah Shivaya. Om 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 Namah Shivaya.